ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പാവയ്ക്ക മെഴുക്കുവരട്ടി ആയാലോ? പാവയ്ക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും നെറ്റ് ചൊളിയും. പക്ഷേ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും പാവയ്ക്ക ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒരു പാവയ്ക്ക എടുത്ത്, വലിയൊരു പാവയ്ക്കയാണ്, അത് ഞാൻ സ്ലൈസായിട്ട് ഇതുപോലെ അരിഞ്ഞു. പിന്നെ കുറേ ചെറിയ ഉള്ളി ഇട്ട്, എന്ന് വെച്ചാൽ നമുക്ക് ഈ കയ്പ്പ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറേ ചെറിയ ഉള്ളി, എത്രയും ചെറിയ ഉള്ളി അത്രയും ചെറിയ ഉള്ളി ഇടുക. ഞാനൊരു 10-25 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, അത് ഞാൻ 4ആയിട്ട് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെന്താ എടുത്തതെന്ന് അറിയാം, ചില്ലി ഫ്ലേക്സ്, അതാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് മെഴുക്കുവരട്ടി എടുക്കാം. പിന്നെ പ്രധാനമായി അതിനകത്തൊരു കാര്യമുണ്ട്, തേങ്ങാക്കൊത്ത്. അത് നമ്മുടെ ഇല്ലാത്തതുകൊണ്ടാണ് തേങ്ങ തിരുമ്മി വെച്ചേക്കാം. തേങ്ങാക്കൊത്ത് നിങ്ങൾ മസ്റ്റായിട്ടുണ്ട് കേട്ടോ, നല്ല ഒരു കാര്യമാണ് അത്. തേങ്ങാക്കൊത്തും കറിവേപ്പിലയും അത് രണ്ടും ഇതിനകത്തില്ല. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മുടെ കടായിയൊക്കെ ചൂടായി ഞാൻ 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനത് ഒരു മെയിൻ കാര്യം മറന്നുപോയി, നമ്മുടെ വെളുത്തുള്ളി അതൊന്ന് മൂത്ത് വരട്ടെ. അത് മസ്റ്റാണ്. അത് വെളുത്തുള്ളി ഒന്നിട്ടിട്ട് പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ഇടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയും സവാള എല്ലാം കൂടെ നിൽക്കാം. അതൊന്ന് നോക്കട്ടെ. ഇവിടെ എല്ലാവർക്കും പാവയ്ക്ക ഇഷ്ടമാണ്. ഇവിടെ കയ്പ്പൊരു വലിയ പ്രശ്നമല്ല, അതുകൊണ്ട് എല്ലാവരും പാവയ്ക്ക കഴിച്ചോളും. നിങ്ങൾക്ക് കയ്പ്പ് പ്രശ്നമുണ്ടെങ്കിൽ ഈ വാളൻപുളി ചെറുതായിട്ട് ഇച്ചിരി പിഴിഞ്ഞ് ചേർക്കുകയോ അല്ലെങ്കിൽ തക്കാളി ചേർക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ശർക്കര ഇടുകയൊക്കെ ചെയ്യും. പിന്നെ ഡയബറ്റീസുകാരൊക്കെ ആണെങ്കിൽ ശർക്കരയിലോട്ടൊന്നും പോകണ്ട, ഉപ്പായിട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇടാം. അപ്പോൾ നിങ്ങൾ കയ്പ്പ് വേണമെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ ചെറിയ ഉള്ളി നല്ലതുപോലെ ഇട്ടാൽ മതി. ഇവിടെ പിന്നെ കയ്പ്പൊന്നും ഇത്ര പ്രശ്നമില്ല, കഴിച്ചോളും. അപ്പം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലതുപോലെ വാടിയാലാണ് കറിക്കല്ല നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടിക്ക് നല്ല ടേസ്റ്റ്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്തോണം, കറിവേപ്പില ആഡ് ചെയ്തോണം കേട്ടോ. അതെല്ലാം നല്ല കറക്റ്റ് പാവയ്ക്കയ്ക്ക് വലിയ ഒട്ടും കയ്പ്പ് വരത്തില്ല. അപ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളി നല്ലതുപോലെ ചെറിയ ഉള്ളി സവാളയും നല്ലതുപോലെ വാഴട്ടെ. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടേക്കാം. ഓക്കെ, ഒന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ഉള്ളിയെല്ലാം മൂത്ത് നമ്മുടെ ഈ ചില്ലി ഫ്ലേക്സ് കൂടെ അതിനകത്തൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ആ എണ്ണയ്ക്കകത്ത് കിടന്നൊന്നും വാടണം. പാവയ്ക്കും വലിയ വേവില്ല, അതിനകത്തൊന്നും. പിന്നെ പാവയ്ക്കുന്നുണ്ട്, ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് അതായത് മുളക് പൊടി ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആണ് അതിൻ്റെ ടേസ്റ്റ്. അതൊരു വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകും ചില്ലി ഫ്ലേക്സ്. ഓക്കെ, ചില്ലി ഫ്ലേക്സിൻ്റെ അതിലൊന്ന് നല്ലതുപോലെ വാടട്ടെ. പച്ചമണം കിടക്കരുത്, അന്നേരം മെഴുക്കുവരട്ടി ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ നമ്മുടെ ചില്ലി ഫ്ലേക്സ് എല്ലാം മൂത്ത് കഴിഞ്ഞു, പച്ചമണം എല്ലാം മാറി. ഇനി നമുക്ക് എന്താ ചെയ്യുക, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പാവയ്ക്ക ഒരു കണ്ട് എന്ന് വെച്ചാൽ അരിയാതെ കിടക്കുന്നു, അരിഞ്ഞ് കിടക്കും, അത് വിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ സോട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ വെള്ളമോ എണ്ണയോ ഒന്നും ഒഴിക്കേണ്ട. ഇതിനകത്ത് കിടന്ന് ചെറിയ തീയിൽ വെക്കുക, അല്ലെങ്കിൽ ചെറിയ ഫ്ലെയിമുള്ള അടുപ്പിലോട്ട് മാറ്റി ചെയ്താലും മതി. അപ്പോൾ നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം. ഓക്കെ, വേറട്ടെ. നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് പൊക്കളയരുത്, അടച്ചു വെച്ചിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ എണ്ണമയം എല്ലാം കിടപ്പുണ്ട്, നമുക്ക് ഒട്ടും എണ്ണയൊന്നും ആഡ് ചെയ്യേണ്ട. ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, ഇടയ്ക്കിളക്കുക, തീ കുറച്ചിടുക കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല മുരിഞ്ഞ് വരും. ഇച്ചിരി ക്ഷമ വേണം, സമയം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സൈഡിൻ്റെ ബാക്കി ജോലികൾ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അത് കുറച്ച് പിന്നെ നോക്കാം. ഐഡിയസ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും കാണിക്കേണ്ടതേ ഉള്ളൂ, അവിടെ ഒട്ടും അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ ഒഴിച്ച എണ്ണ വളരെ കറക്റ്റാണ്. പിന്നെ ക്ഷമ വേണമെന്നേ ഉള്ളൂ. അടച്ചു വെക്കുക കേട്ടോ. അപ്പം നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി ഫൈനൽ സ്റ്റേജിലേക്കായി കണ്ടോ, സൂപ്പറായിട്ട്. അത് ഞാൻ തുറന്നിട്ട് കേട്ടോ. പാവയ്ക്ക ഓൾറെഡി വെന്ത്, ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പം അതുകൊണ്ട് ഞാൻ തുറന്നിട്ട് എണ്ണയൊക്കെ കറക്റ്റായിരുന്നു, വേറെ നമ്മൾ ഒഴിച്ചതുമില്ല. പിന്നെ അപ്പോൾ ഇതിനകത്ത് തന്നെ കിടന്ന് മുരിഞ്ഞ് ഇത് എടുക്കുക. ഇനി ഇത് തേങ്ങാക്കൊത്തിടുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. തേങ്ങാക്കൊത്തില്ലാത്തതുകൊണ്ടായിട്ട് കുറച്ച് കറിവേപ്പിലൂടെയൊക്കെ ഇടണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടിപ്പ്, ഞങ്ങൾക്ക് കയ്പ്പ് പ്രശ്നമില്ല. നിങ്ങൾക്ക് കയ്പ്പ് പ്രശ്നമുണ്ടെങ്കിൽ
പിന്നെ കുറച്ച് തക്കാളി ചെറുതായിട്ട് അരിയുക, ക്യാരറ്റ് ചെറുതായിട്ട് അരിയുക, പിന്നെ അതൊരു വാളംപുളി ഇച്ചിരി പിഴിഞ്ഞൊഴിക്കുക, നേരത്തെ വേവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തിരി ശർക്കര ഇടുക, ഒക്കെ ചെയ്താൽ മതി. പക്ഷേ അങ്ങനെ വലിയ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കയ്പൊന്നും ഇതിനകത്തില്ല. ചെറിയ ഉള്ളിയൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഫൈനൽ റൗണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിനകത്ത് കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് ആക്കുന്നത്. നല്ല പാവയ്ക്ക നല്ല വെന്ത് ഇനി നമ്മൾ കുറച്ച് കിടക്കും തോറും ഇതങ്ങ് മൂത്ത് വരും. ഓക്കെ, ഒരു 2 മിനിറ്റ് കൂടെ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായി. തീ ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഓക്കെ ഐഡിയസ്. അപ്പം ഞാൻ പാവയ്ക്ക മെഴുക്കുവരട്ടി സെർവ് ചെയ്ത് കണ്ടോ, വളരെയധികം ടേസ്റ്റും സൂപ്പർ ടെക്സ്ചറുമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി. കരിഞ്ഞു പോയിട്ടില്ല. എണ്ണയൊക്കെ കറക്റ്റ്, ഒട്ടും എണ്ണ കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല, കറക്റ്റ് എണ്ണയാണ്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയില്ലേ? ചെയ്ത് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.